ഹായ് ഫ്രണ്ട്സ്, നെബി സാമുവലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്ന സ്ഥലം ഇസ്രായേലിലെ ജെറുസലേമിലെ റെമോത്ത് എന്ന സ്ഥലത്ത് സാമുവൽ പ്രവാചകൻ്റെ കബറിടം നിലനിൽക്കുന്ന സ്ഥലത്താണുള്ളത്. അപ്പോൾ അവിടുത്തെ വിശേഷങ്ങളാണ് ഇന്ന് ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത്. സാമുവൽ പ്രവാചകൻ ക്രിസ്ത്യാനികൾക്കും ജൂതന്മാർക്കും മുസ്ലിങ്ങൾക്കും ഒരുപോലെ പ്രധാനപ്പെട്ട ഒരു വ്യക്തിയാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. സാമുവലിൻ്റെ ശവകുടീരം നെബി സാമുവൽ അല്ലെങ്കിൽ നെബി സാംവിൽ എന്നും കൂടെ അറിയപ്പെടുന്നു. ബൈബിളിലെ യഹൂദ പ്രവാചകനും ഇസ്ലാമിക പ്രവാചകനുമായ സാമുവലിൻ്റെ പരമ്പരാഗത ശ്മശാനമാണ് ഇത്. കടലിൽ നിന്ന് ഏകദേശം 908 മീറ്റർ ഉയരത്തിൽ കുത്തനെയുള്ള ഒരു കുന്നിൻ മുകളിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. വളരെ മനോഹരമായ ഒരു സ്ഥലമാണിത്. വളരെ സന്തോഷം തോന്നുന്നുണ്ട് ഈ സ്ഥലമൊക്കെ കാണുമ്പോൾ. ഇവിടെ വന്ന് കാണാൻ പറ്റുമെന്ന് ഒരിക്കലും വിചാരിച്ചിട്ടില്ലായിരുന്നു. നല്ല വെയിലുണ്ടായിരുന്നു. ഉച്ച സമയത്താണ് ഞങ്ങളിവിടെ വന്നത്. ഇതൊരു കുന്നിൻ്റെ മുകളിലായതുകൊണ്ട് കുറച്ച് നല്ല വെയിൽ കൂടുതലാണ്. ഞങ്ങൾ ഫ്രണ്ട്സെല്ലാം കൂടി ഒരു ടാക്സി വിളിച്ചാണ് ഇങ്ങോട്ട് വന്നത്. ടാക്സിക്ക് ആയതുകൊണ്ട് 20 മിനിറ്റ് കൊണ്ട് ഞങ്ങൾക്ക് ഇവിടെ എത്തിപ്പെടാൻ സാധിച്ചു. ബസ്സിനായിരുന്നെങ്കിൽ ഏകദേശം ഒരു മണിക്കൂർ എടുക്കും. അത് മാത്രമല്ല, ബസ്സിന് വന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ ഏകദേശം ഒരു 1/2 കിലോമീറ്റർ നടക്കുവാനുണ്ട്. കുത്തനെയുള്ള കയറ്റമാണ്, നല്ല വെയിലുമാണ്, അതുകൊണ്ട് മടുത്തു പോവും. അതുകൊണ്ടാണ് ഞങ്ങൾ ടാക്സി വിളിച്ച് വന്നത്. സാമുവൽ പ്രവാചകൻ ബൈബിളിൽ വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെയാണ് ഇത്ര കഷ്ടപ്പെട്ട് ഞാൻ ഇവിടെ കാണുവാൻ വേണ്ടി വന്നത്. കർത്താവ് നേരിട്ട് വിളിച്ച് കർത്താവിൻ്റെ ശബ്ദം കേട്ട് പ്രവാചകത്വം സ്വീകരിച്ച ഒരു വ്യക്തിയാണ് സാമുവൽ. വളരെ നാളത്തെ എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു ഇവിടെ കാണണമെന്നുള്ളത്. ഞാൻ പലരോടും സ്ഥലമൊക്കെ ചോദിച്ച് അന്വേഷിച്ച് വഴിയൊക്കെ കണ്ടുപിടിച്ച് അങ്ങനെ ആണ് ഇന്ന് എനിക്കിവിടെ വരാൻ സാധിച്ചത്. ഇതിൻ്റെ എൻട്രൻസിൻ്റെ ഇടതുഭാഗത്തായിട്ട് കുറച്ച് സ്റ്റെപ്പുകൾ കാണുവാൻ നമുക്ക് സാധിക്കും. 54 സ്റ്റെപ്പുകളുണ്ട്. അത് കയറി മുകളിലേക്ക് ചെല്ലുകയാണെങ്കിൽ വളരെ മനോഹരമായൊരു വ്യൂ ആണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. നമ്മൾ തോമ്പിലേക്ക് എത്തിയിട്ടില്ല. തോമ്പിൻ്റെ മുകളിലേക്കാണ് ഇപ്പോൾ നമ്മൾ പോകുന്നത്. ഇവിടുത്തെ വ്യൂ കഴിഞ്ഞിട്ട് നമുക്ക് തോമ്പ് കാണുവാൻ പോകാം. വളരെ മനോഹരമായൊരു സ്ഥലമാണ്. ഒരു ഗോപുരം പോലെയൊക്കെ അവിടെ നമുക്ക് കാണുവാൻ സാധിക്കും. ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ജെറുസലേമിലെ വളരെ പ്രധാനപ്പെട്ട സ്ഥലങ്ങളൊക്കെ കാണുവാൻ സാധിക്കും. എക്സാമ്പിളായി പറയുകയാണെങ്കിൽ കാൽവരി പള്ളിയുടെ കുരിശ്, ടെമ്പിൾ മൗണ്ട്, ചർച്ച് ഓഫ് അസൻഷൻ, പിന്നെ ഒലിവുമല, അങ്ങനെ വളരെ പ്രധാനപ്പെട്ട സ്ഥലങ്ങളൊക്കെ നമുക്ക് ഇവിടുന്ന് ചെറുതായിട്ട് കാണുവാൻ സാധിക്കുന്നതാണ്. അതിൻ്റെയൊക്കെ ഒരു പേരും ഫോട്ടോസും അവരവിടെ വെച്ചിട്ടുണ്ട്. നമുക്കതൊക്കെ കണ്ട് മനസ്സിലാക്കി നോക്കി കാണുവാൻ സാധിക്കുന്നതാണ്. ഇവിടെ വരുന്ന ടൂറിസ്റ്റുകൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഇവരിങ്ങനെ എഴുതി വെച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് കണ്ട മനസ്സിലാകും. ഇവിടെ ഇങ്ങനെ എഴുതി അവർ ഓരോ മാർക്ക് ചെയ്തിട്ടുണ്ട്. അത് നമുക്ക് ദൂരെ കാണാൻ സാധിക്കുന്നതാണ്. അത്രയ്ക്ക് ഉയരത്തിലായതുകൊണ്ടാണ് ഇതെല്ലാം നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ ചുറ്റുപാടും നല്ലൊരു പാർക്കാണ്. കുറച്ച് മാറിക്കഴിഞ്ഞാൽ ഒരു പാർക്ക് കാണാൻ സാധിക്കും. അത് നബി സാമുവൽ നാഷണൽ പാർക്ക് എന്നാണ് അറിയപ്പെടുന്നത്. മുകളിലെ മനോഹരമായ വ്യൂ പോയിൻ്റ് കണ്ടതിന് ശേഷം താഴേക്ക് പോവുകയാണ്. താഴത്തെ കാഴ്ചകൾ കാണുവാൻ വേണ്ടി ഇവിടെ മനോഹരമായി കെട്ടിയുണ്ടാക്കിയ ഒരു ഹാള് പോലെ നമുക്ക് കാണുവാൻ സാധിക്കും. വളരെ മനോഹരമാണ്. അത് പഴയ രീതിയിലുള്ള ഒരു പണിയാണ്. ഇത് ഇവരുടെ പ്രാർത്ഥിക്കുന്ന സ്ഥലം വല്ല ആയിരിക്കും. എനിക്കതിനെപ്പറ്റി കറക്റ്റായിട്ട് അറിയത്തില്ല. അതുപോലെ തന്നെ ഇതിനോട് ചേർന്ന് തന്നെ മുസ്ലിങ്ങൾക്ക് പ്രാർത്ഥിക്കുന്ന ഒരു പള്ളി നമുക്ക് കാണുവാൻ സാധിക്കും. പക്ഷേ ഇപ്പോൾ അത് ഓപ്പൺ ആണോ എന്ന് എനിക്കറിയത്തില്ല. ഇപ്പോൾ ഇത് ജൂതന്മാരുടെ കൈവശമാണെന്നാണ് ഞാൻ കേട്ടത്. നമുക്കെന്തായാലും ഞാൻ ആ പള്ളി നിങ്ങൾക്ക് വേണ്ടി കാണിച്ചു തരുന്നതാണ് പുറത്തുനിന്ന്. ഇനി നമുക്ക് നേരെ നബി സാമുവലിൻ്റെ തോമ്പിലേക്ക് പോവാം. നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ് അങ്ങോട്ട്. അവിടെ പോയി കഴിയുമ്പോൾ അവിടെ കുറച്ച് പേരൊക്കെ നമുക്ക് പ്രാർത്ഥിക്കുന്നത് കാണാം. ഇനി ഇവിടെ ഇതൊരു ചെറിയ കോറിഡോറാണ്. അതിൽ ചെല്ലുമ്പോൾ നമുക്ക് താഴേക്കൊരു സ്റ്റെപ്പ് കാണുവാൻ സാധിക്കും. ഇത് പുരുഷന്മാർക്കുള്ളതാണ്. ഇതിൻ്റെ തൊട്ടപ്പുറത്ത് സ്ത്രീകൾക്കുമുള്ള സ്ഥലമുണ്ട്. ഇവിടെ മിക്ക സ്ഥലത്തും സ്ത്രീകളും പുരുഷന്മാരും സെപ്പറേറ്റാണ് പ്രാർത്ഥിക്കുന്ന സ്ഥലം. ഇങ്ങോട്ട് നമ്മൾ ഇറങ്ങി ചെന്ന് കഴിയുമ്പോൾ അവിടെ ഒരുപാട് ആൾക്കാരിരുന്ന് പ്രാർത്ഥിക്കുന്നത് കാണുവാൻ സാധിക്കും.
ഇതിൻ്റെ ഉള്ളിലാണ് സാമുവൽ പ്രവാചകൻ്റെ തോമ്പ് കാണുന്നത്. ഉണ്ടോ, ഒരുപാട് ആൾക്കാർ ഇന്ന് പ്രാർത്ഥിക്കുന്നത് കാണാം. അങ്ങനെ നമ്മളെല്ലാം കാത്തിരുന്ന സ്ഥലത്ത് എത്തിയിരിക്കുകയാണ്. ഈ കാണുന്നതാണ് സാമുവൽ പ്രവാചകൻ്റെ കബറിടം. അവിടെ നിന്ന് കുറച്ച് ആളുകൾ പ്രാർത്ഥിക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. ഇതിൻ്റെ തൊട്ട് അപ്പുറത്തായിട്ടാണ് സ്ത്രീകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സ്ഥലം. അത് ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാണിച്ചു തരുന്നതാണ്. എൻ്റെ ഒരു ഫ്രണ്ടിനെ കൊണ്ട് ഞാനത് വീഡിയോ എടുപ്പിച്ചിട്ടുണ്ട്. ഇതിൻ്റെ തൊട്ട് സൈഡിലായിട്ട് നമുക്ക് വേറൊരു ഇത് കാണാൻ പറ്റും. ഇതാണത്. ഇതും എല്ലാ സിനഗോഗിൽ ചെന്ന് കഴിഞ്ഞാലും ഇത് നമുക്ക് കാണാൻ സാധിക്കും. ഇവരുടെ പ്രാർത്ഥിക്കുന്ന എന്തോ സംഭവമാണ്. അതുപോലെ തന്നെ ഇവരുടെ തലയിൽ കൂടി ഒരു ഷാൾ ഇട്ടേക്കുന്നത് കണ്ടോ, തളിത്ത് എന്നാണ് പറയുന്നത്. ഇവർ സിനഗോഗിൽ പ്രാർത്ഥിക്കുമ്പോൾ ചില ആൾക്കാരൊക്കെ നമുക്ക് അതിട്ട് പ്രാർത്ഥിക്കുന്നത് കാണാൻ സാധിക്കും. ഇനി നമ്മൾ കാണുവാൻ പോകുന്നത് സ്ത്രീകൾ പ്രാർത്ഥിക്കുന്ന സിനഗോഗാണ്. ഇവിടെയും ആ കബറിടത്തിൻ്റെ ഒരു ഭാഗം ഇവിടെയാണ്, അതിൻ്റെ മറുഭാഗമാണ് അപ്പുറത്തെ സൈഡിൽ ഒരു റാ പോലെയാണ്. അതിൻ്റെ നടുക്കൂടെ ഒരു സെപ്പറേഷൻ ഉണ്ടെന്ന് മാത്രം. ഇവിടെയും കുറച്ച് സ്ത്രീകളൊക്കെ നമുക്ക് പ്രാർത്ഥിക്കുന്നത് കാണുവാൻ സാധിക്കും. ഇവിടുത്തെ സ്ത്രീകൾ പ്രാർത്ഥിക്കുമ്പോൾ തലയിൽ കൂടെ ഒരു തുണി ഇട്ടിട്ടാണ് പ്രാർത്ഥിക്കുക. ഇവരുടെ മുടി പുറത്ത് കാണാൻ പാടില്ല എന്നാണ് ഇവരുടെ വിശ്വാസം. ഇവിടെ ഒരുപാട് ആളുകൾ പ്രാർത്ഥിക്കുന്നത് കാണുവാൻ സാധിക്കും. ഏതൊരു സിനഗോഗിൽ ചെന്ന് കഴിഞ്ഞാലും സ്ത്രീകൾക്കും പുരുഷന്മാർക്കും സെപ്പറേറ്റ് സ്ഥലമാണ് പ്രാർത്ഥിക്കാനുള്ളത്. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട കബറിടങ്ങളിൽ ചെന്ന് കഴിഞ്ഞാലും ഇതുപോലെ തന്നെ അപ്പുറത്ത് സ്ത്രീകൾ ഇപ്പുറത്ത് പുരുഷന്മാർ, ഇങ്ങനെയാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. എന്തായാലും ഇവിടുത്തെ കാഴ്ചകൾ കണ്ടതിന് ശേഷം നമ്മൾ പതുക്കെ പുറത്തേക്ക് പോവുകയാണ്. ഇവിടുത്തെ സിനഗോഗൊക്കെ വളരെ മനോഹരമായ ഒരു സെറ്റാക്കിയിട്ടുണ്ട്. നല്ല ഭംഗിയാണ് ഇതിൻ്റെയൊക്കെ ഉള്ളിൽ കാണുവാൻ വേണ്ടി. നിങ്ങൾക്ക് തന്നെ കണ്ടാൽ മനസ്സിലാകും. അങ്ങനെ ഞങ്ങൾ പുറത്തേക്ക് പോവുകയാണ്. ഇത് മുസ്ലിങ്ങളുടെ ഒരു പള്ളിയാണ്. ഇവിടെ അവർ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന സ്ഥലമായിരുന്നു. ഇപ്പോഴിവിടെ ഓപ്പൺ ആണോ എന്ന് എനിക്കറിയത്തില്ല. ഇപ്പോൾ ഇത് ജൂതന്മാരുടെ കൈവശമാണ്. 1964 യുദ്ധം തോന്നുന്നു. എനിക്ക് ഡേറ്റ് വർഷം കറക്റ്റായിട്ട് അറിയത്തില്ല. ആ യുദ്ധത്തിന് ശേഷം ജൂതന്മാരിത് പിടിച്ചെടുത്തിരുന്നു. അതിനു മുമ്പ് ഇവിടെ മുസ്ലിം സഹോദരങ്ങളാണ് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്. അവരുടെ പള്ളിയുടെ ഉള്ളാണിത്. നമുക്ക് അവിടെയും വളരെ മനോഹരമായിട്ട് ഇവർ റെഡിയാക്കി വെച്ചിരിക്കുന്നത് കാണുവാൻ സാധിക്കും. ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ വളരെ വ്യക്തമായിട്ട് കാണത്തില്ല, എങ്കിൽ പോലും നിങ്ങൾക്ക് ചെറുതായിട്ട് അതിൻ്റെ ഉള്ളിൽ കാണുവാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നു. അങ്ങനെ നമ്മൾ അതിൻ്റെ ഉള്ളിലെ കബറിടത്തിൻ്റെ ഉള്ളിലെ കാഴ്ചകളെ കണ്ട് പുറത്തേക്ക് ഇറങ്ങിയാണ്. പുറത്തുകൂടെ വളരെ മനോഹരമാണ് പുറത്തുകൂടെ കാണുവാൻ. ഇനി ഞാൻ നിങ്ങൾക്ക് സാമുവൽ പ്രവാചകനെ പറ്റി ചെറിയൊരു ഇൻട്രൊഡക്ഷൻ തരാം. ബൈബിളിൽ സാമുവലിൻ്റെ പുസ്തകത്തിൽ വളരെ വ്യക്തമായിട്ട് അത് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വായിക്കാൻ പറ്റിയ നല്ലതാണ്. വളരെ മനോഹരമായി നിങ്ങൾക്കത് മനസ്സിലാക്കാൻ സാധിക്കും. സാമുവൽ ഇസ്രായേലിൻ്റെ അവസാനത്തെ ന്യായാധിപനായിരുന്നു. സാമുവൽ എൽക്കാനയുടെയും ഹന്നയുടെയും മകനായിരുന്നു. എൽക്കാനയും ഹന്നയും സാമുവലൊക്കെ താമസിച്ചിരുന്ന വീടായിരുന്നു ഇത്. ഇപ്പോൾ അതിൻ്റെ അവശിഷ്ടം മാത്രമേ നമുക്ക് കാണുവാൻ സാധിക്കുകയുള്ളൂ. അതിനോട് ചേർന്ന് തന്നെയാണ് ഇപ്പോൾ കബറിടവും സ്ഥിതി ചെയ്യുന്നത്. എൽക്കാനയ്ക്ക് 2 ഭാര്യമാരുണ്ടായിരുന്നു. അതിൽ ഒരാളാണ് ഹന്ന. ഹന്നയ്ക്ക് വളരെ കാലം കുട്ടികൾ ഇല്ലായിരുന്നു. ദൈവത്തോട് വളരെയധികം പ്രാർത്ഥിച്ചതിന് ശേഷമാണ് അവൾക്കൊരു കുട്ടി ഉണ്ടായത്. ഞാൻ അവനെ കർത്താവിനോട് ചോദിച്ചു വാങ്ങിയതാണ് എന്ന് പറഞ്ഞ് അവന് സാമുവൽ എന്ന് പേരിട്ടു. ഇത് നമുക്ക് ബൈബിളിൽ കാണുവാൻ സാധിക്കുന്നതാണ്. അവൾ ദൈവത്തോട് ചോദിച്ച് മേടിച്ചുകൊണ്ട് തന്നെ അവൾ സാമുവലിനെ ദൈവജനത്തെ സേവിക്കുവാൻ വേണ്ടി ദേവാലയത്തിലെ പുരോഹിതനായ ഏലിയുടെ അടുക്കൽ കൊണ്ടുവന്ന് വിടുകയും അവൻ അവിടെ താമസമാക്കി ദൈവജനത്തെ സേവിക്കുകയും ചെയ്യുമായിരുന്നു. അങ്ങനെ ഏലിയുടെ മരണശേഷം ആ സ്ഥാനം സാമുവലിന് ദൈവം കൊടുക്കുകയും ചെയ്തു. ഇസ്രായേൽ ജനത്തിന് ഒരു രാജാവ് വേണമെന്ന ആവശ്യം ജനങ്ങൾക്കിടയിൽ വളരെ ശക്തമായി. കാരണം ഇടയ്ക്കൊക്കെ യുദ്ധങ്ങളും ആക്രമണങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതുവരെ അവർക്ക് രാജാവില്ലായിരുന്നു. കർത്താവല്ലാതെ മറ്റൊരു രാജാവിൻ്റെ ആവശ്യമില്ല എന്ന അഭിപ്രായമാണ് സാമുവലിനുണ്ടായിരുന്നെങ്കിലും ജനഹിതമനുസരിച്ച് പ്രവർത്തിക്കാൻ അദ്ദേഹത്തിന് കർത്താവിൻ്റെ ഒരു നിർദ്ദേശം ലഭിച്ചു. അതുപ്രകാരം കർത്താവിൻ്റെ നിർദ്ദേശപ്രകാരം സാമുവൽ ഇസ്രായേലിൻ്റെ ആദ്യത്തെ രാജാവായ സാവൂളിനെ രാജാവായി അഭിഷേകം ചെയ്തു. വളരെ കുറച്ച് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ബാക്കി നിങ്ങൾക്ക് സാമുവലിൻ്റെ പുസ്തകം വായിച്ചാൽ മനസ്സിലാവുന്നതാണ്. നിങ്ങൾക്ക് പറ്റിയാൽ എല്ലാവരും തന്നെ ഇത് വായിക്കണം. ബൈബിളിൽ പറയുന്നുണ്ട്, 1 സാമുവൽ 25:1 പറയുന്നുണ്ട്, സാമുവൽ മരിച്ചു, ഇസ്രായേൽ ഒരുമിച്ച് കൂടി അവനെ ഓർത്ത് വിലപിച്ചു, റാമായിലുള്ള സ്വഭവനത്തിൽ അവനെ സംസ്കരിച്ചു. ഇനി നമുക്ക് ഇതിൻ്റെ പുറത്തുള്ള സാമുവലിൻ്റെ ഭവനത്തിൻ്റെ അവശിഷ്ടങ്ങളും ഒക്കെ നമുക്ക് കാണാം. അതിൻ്റെ ചുറ്റുപാടൊക്കെ നമുക്ക് കാണാം. ഒത്തിരി ഉണ്ട് കാണാൻ, വളരെ ഉണ്ട് കാണുവാൻ. ഞാൻ കുറച്ച് ഭാഗം മാത്രമേ എടുത്തിട്ടു. എനിക്കറിയാം ഇത് കുറച്ച് ലെങ്തി ആണെന്ന്. ഒരു അരമണിക്കൂർ ഉണ്ടായിരുന്നു. ഞാനത് കട്ട് ചെയ്താണ് ഇത്ര ആക്കിയത്. അതുപോലെ തന്നെ കുറച്ച് സ്പീഡും കൂടുതലാണെന്ന് എനിക്കറിയാം. കാരണം നല്ല വെയിലായിരുന്നു, എനിക്കൊന്നും കാണാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഒരു ഊഹത്തിൻ്റെ പുറത്ത് ഞാൻ എടുത്തതാണ്. വളരെ മനോഹരമായ സ്ഥലങ്ങളാണ്. പറ്റിയാൽ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. കണ്ടോ, പഴയ ഇതിൻ്റെ അവശിഷ്ടങ്ങളൊക്കെയാണ്. ഇവർ ഇപ്പോൾ എന്തൊക്കെയോ റിനോവേഷൻ എന്തൊക്കെയോ ചെയ്യുന്നുണ്ട് അവർ ഇവിടെ. എന്തായാലും ഇവരത് കളയാതെ തന്നെ സൂക്ഷിക്കുന്നുണ്ട്. ഇതിൻ്റെ ഇടയ്ക്കൂടെയൊക്കെ നമുക്ക് ഇതിൻ്റെ കട്ടകളും കല്ലുകളും
അതുപോലെ ഇത്തിരി കിണറുകൾ കാണാം, ഇടയ്ക്കിടയ്ക്ക് 2-3 കിണറുകളൊക്കെ കാണാൻ സാധിച്ചു. ഇപ്പോഴും അതിൽ വെള്ളമുണ്ട് ചില കിണറുകളിലൊക്കെ. വളരെ സന്തോഷം തോന്നുന്നുണ്ട്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പറയുന്നുണ്ട്, കാരണം എനിക്ക് അത്രയ്ക്ക് സന്തോഷമാണ്. പ്രവാചകന്മാർ നടന്നുപോയ വഴിത്താരകളിലൂടെ പോകാൻ പറ്റുക എന്നുള്ളത് വളരെ ഭാഗ്യമുള്ളൊരു കാര്യമാണ്. അതുകൊണ്ടാണ് ഞാനിങ്ങനെ ഇടയ്ക്ക് പറയുന്നത്. ഇതിൻ്റെ പുറത്തുവശത്തായിട്ട് ചെറിയൊരു പാർക്കുണ്ട്, നെബി നാഷണൽ പാർക്ക്. അത് നമുക്ക് ഇന്ന് കാണാനുള്ള സമയമില്ലാത്തതുകൊണ്ട് ഞാൻ നിങ്ങൾക്കത് വേറെ ദിവസം കാണിക്കുന്നതാണ്. ഇന്ന് ഞങ്ങളുടെ സമയം ഏകദേശം കഴിയാറായി, അതുകൊണ്ട് പോകേണ്ടതുണ്ട്, ജോലിക്ക് കയറേണ്ടതുള്ളതുകൊണ്ട് ഞങ്ങൾ ഇന്ന് അത് കാണിക്കുന്നില്ല. ഏകദേശം 3000-3500 വർഷം പഴക്കമുള്ള സ്ഥലത്ത് നിന്നുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്കിത് കാണിച്ചു തരുന്നത്. ഒരിക്കലും ഒരു ടൂറിസ്റ്റായി വരുന്നവർക്ക് ഈ സ്ഥലങ്ങളൊന്നും കാണുവാൻ സാധിക്കുന്നില്ല, ആരും കൊണ്ടുവരാറുമില്ല. പ്രധാനമായിട്ടും സമയത്തിൻ്റെ പ്രശ്നം കൊണ്ടാണ്. അവർ വളരെ പ്രധാനപ്പെട്ട കുറച്ച് സ്ഥലങ്ങളൊക്കെ, കാൽവരിപ്പള്ളി, അങ്ങനെ അലസ്ക മോസ്ക്, അങ്ങനത്തെ കുറച്ച് സ്ഥലങ്ങൾ മാത്രമേ കാണിക്കാറുള്ളൂ. ഇങ്ങനെയുള്ള സ്ഥലങ്ങൾ, ഇതൊക്കെ കുറച്ച് ദൂരം കൂടുതലുകൊണ്ടായിരിക്കാം, സമയത്തിൻ്റെ പ്രശ്നം കൊണ്ടും ഈ സ്ഥലങ്ങളൊന്നും അവർ കാണിക്കാൻ സാധ്യതയില്ല. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ വീഡിയോ എടുത്ത് നിങ്ങൾക്കായി കാണിക്കുന്നത്. കാണാൻ പറ്റുന്നവർക്കെങ്കിലും കാണാൻ പറ്റുമല്ലോ, എല്ലാവർക്കും ഒന്നും വന്ന് കാണുവാൻ പറ്റത്തില്ല, അതുകൊണ്ടാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാനത് നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അതുപോലെ തന്നെ എൻ്റെ വിവരണം ശരിയാണോ എന്നെനിക്ക് അറിയത്തില്ല, നിങ്ങളുടെ അഭിപ്രായം പറയുക. എന്നെക്കൊണ്ട് പറ്റുന്ന വെച്ച് വളരെ ചെറുതായിട്ടാണ് ഞാൻ പറഞ്ഞു തന്നിട്ടുള്ളൂ. ഒത്തിരി ഉണ്ട്, ഇത് പറയാനാണെങ്കിൽ ഒത്തിരി പറയാനുണ്ട്, പക്ഷേ അതിനുള്ള സമയമില്ലാത്തതുകൊണ്ട് ഞാൻ വളരെ ചുരുക്കിയാണ് പറഞ്ഞത്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ നിങ്ങളത് എനിക്ക് പറഞ്ഞു തരണം. അതുപോലെ തന്നെ നിങ്ങൾക്ക് കൂടുതലായിട്ട് അറിയണമെങ്കിൽ സാമുവൽ പ്രവാചകൻ്റെ പുസ്തകം വായിച്ചാൽ മതി. അപ്പോൾ വീഡിയോ കണ്ട എല്ലാ കൂട്ടുകാർക്കും പ്രത്യേകമായി നന്ദി അറിയിക്കുന്നു. അതുപോലെ തന്നെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക. അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവർക്കും താങ്ക്സ്. അപ്പോൾ ബാക്കി വീഡിയോയും കൂടെ കാണുക.